നമുക്കിന്നേ ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കിന്റെ ഡെക്കറേഷൻ നോക്കിയാലോ. കാത്തു തീമിലുള്ളതാണ്. അപ്പൊ അതിലേക്കുള്ള ഫില്ലിംഗ് ആയിട്ടുള്ള പ്രളയനം ഉണ്ടാക്കിയെടുക്കാം. അതിൽ കാഷ്യൂനട്ട്, പീനട്ട്, ബദാം ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ പ്രളയനം ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് പാല്, കണ്ടൻസ് മിൽക്കും ബൂസ്റ്റും ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് സോക്ക് ചെയ്യാനുള്ള സിറപ്പ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ കണ്ടൻസ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് മറ്റ് ഫില്ലിങ്സ് ആയിട്ട് നമ്മൾ ബൂസ്റ്റ് ചേർക്കുന്നുണ്ട്, ചോക്ലേറ്റ് സിറപ്പും ഗനാഷോ ചേർക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് മതി. അതൊന്നും കൂടാതെ നമ്മൾ ക്രീം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതിലും നമ്മൾ ബൂസ്റ്റ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പഞ്ചിലും നമ്മൾ ബൂസ്റ്റ് ചേർത്തിട്ടാണ് സ്പഞ്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂസ്റ്റും പിന്നെ നമ്മൾ ചേർക്കുന്ന ഈ പ്രളയനും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ ഓരോ ലെയറും സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ നമ്മളോട് ഒരു 1.5 കിലോ, ആദ്യം ഒരു 2 കിലോ കേക്ക് പറഞ്ഞു, പിന്നെ അവർക്ക് ഒരു 1.5 കിലോ മതി എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ എങ്ങനെയാണെങ്കിലും ചെയ്തു വരുമ്പോൾ ഈ 1.5 കിലോ എന്നുള്ളത് അതെങ്ങനെ പോലും 2 കിലോൻ്റെ ഉള്ളിലായിട്ട് വരും. അപ്പോൾ നമ്മളിവിടെ അത്തരത്തിൽ നമ്മൾ ഹോം വർക്കേഴ്സ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്, നമുക്ക് കറക്റ്റായിട്ട് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ഒന്നും ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. എങ്ങനെ പോയാലും കസ്റ്റമർക്ക് ഇതിൽ നമ്മൾ ഒരല്പം കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കേക്ക് ഇതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഓവർനൈറ്റ് ഇത് നമ്മൾ ഫസ്റ്റ് ക്രം കോട്ട് ചെയ്തിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പിറ്റേന്നാണ് ഞാനിതെടുത്ത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു ബ്ലൂ ആൻഡ് വൈറ്റ് തീം മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്രീമൊക്കെ സെറ്റായി ഇതങ്ങ് ആ ഒരു കറക്റ്റ് ലെവലിൽ ഈ എല്ലാ ഭാഗം ഈവനായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ നമുക്ക് കുറച്ച് സമയമെടുക്കും. അപ്പോൾ അങ്ങനെ അതെല്ലാം ചേർത്ത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഗ്രാസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് ക്രീം കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു എന്താ പറയുക, ഒരു റോഡ് പോലെ കൊടുക്കാനായിട്ട് അത് നമ്മൾ ഹോർലിക്സ് ആണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം ചെയ്തിട്ട് ബാക്കി ഫോണ്ടൻ വർക്കും ടോപ്പേഴ്സിൻ്റെ വർക്കൊക്കെ ചെയ്ത് കൊടുത്ത് ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ തന്നെ ഒരു റെഫറൻസ് പിക്കാണ് അവർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. നമ്മൾ കൊടുത്ത പിക്ചേഴ്സിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത് അയച്ചു തരാണ് ചെയ്തത്. അപ്പം അതിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് ആണ് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം നമ്മളുണ്ടാക്കുന്ന എല്ലാം ഒരേപോലെ തന്നെ ആയി കഴിഞ്ഞാൽ അതിലൊരു പുതുമയിലുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ആണ് ചെയ്ത് കൊടുത്തത്. കസ്റ്റമർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ മോൻ്റെ 2ാമത്തെ ബർത്ത്ഡേ ആണ്. അതിന് വേണ്ടിയിട്ടാണ് അവർ കേക്ക് ഓർഡർ ചെയ്തത്. കേക്കൊക്കെ കഴിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് മുന്നോട്ടുള്ള വീഡിയോകളിൽ. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.